അതാണ് ഒരു കുളത്തിന്റെ ചാരത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ഒരിക്കൽ പറഞ്ഞു, ആ കുളത്തിലെ തവള, നമുക്കത് പോക്രോം പോക്രോം എന്നിങ്ങനെ ശബ്ദം ഇടുന്നതായിട്ടാ തോന്നുക. ബഹുമാനപ്പെട്ടവർ അതിന്റെ ശബ്ദം കേട്ടപ്പോൾ പറഞ്ഞു, ജന്തുക്കളുടെ ഭാഷ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനും വാപ്പ ദാവൂദ് നബി അലൈഹിസ്സലാമിനും അള്ളാഹു വശപ്പെടുത്തി കൊടുത്തിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ കുളത്തിൽ നിന്ന് ആ തവള ചൊല്ലുന്ന തസ്ബീഹ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഇന്നുവരെ ചൊല്ലിയിട്ടില്ലാത്ത പദങ്ങളാണ് അതിന്റെ തസ്ബീഹിൽ അള്ളാഹുവിന്റെ മഹത്വം വിളിച്ചു പറയുന്ന വാചകങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റിയത് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത് കാണാം. മഖ്ദൂം ചരിത്രം എല്ലാ ഭാഷകളിലും ലഭ്യമാണ്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ലഭ്യമാണ്. അതിലെഴുതിയ ഒരു കാരണമുണ്ട്. മഖ്ദൂം തങ്ങൾ ഒന്നാമൻ മഹാനവറുകൾ അവിടുത്തെ ഗുരു സഖരിയ അൻസാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ കുതിരക്ക് പുല്ലു പറിക്കാൻ പോയ ഒരു സംഭവം പറയുന്നുണ്ട്. ഉസ്താദിന് ഖിദ്മ ചെയ്തതാണ്. ഇപ്പോൾ ഉസ്താദിന്റെ കാറ് മുറ്റത്തുണ്ടെങ്കിൽ ഉസ്താദ് നാട്ടിൽ പോകുന്ന ദിവസം കുട്ടികൾ അത് ഉസ്താദിന് പോകാനാകുമ്പോഴേക്ക് കഴുകിയൊക്കെ വൃത്തിയാക്കി കൊടുക്കും. അതൊരു ഖിദ്മയാണ്. എന്നതുപോലെ അന്നത്തെ വാഹനം കുതിരയാണ്. ഇന്നത്തെ കാറിന്റെ സ്ഥാനത്ത് സഖരിയ അൻസാരിയുടെ കുതിര, അതാണ് വാഹനം. ജീവനുള്ള വാഹനമായതുകൊണ്ട് അതിന് ഭക്ഷണം വേണം. അതിന് പെട്രോളും ഡീസലും അടിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിന് ഭക്ഷണം വേണം. അപ്പോ ഈ കുതിരക്ക് പുല്ല് പറിക്കാൻ വേണ്ടി പോയി ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഒന്നാമൻ എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നത് കാണാം. അങ്ങനെ പുല്ല് പറിക്കാൻ ഒരുങ്ങിയപ്പം, പുല്ല് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറിച്ചെടുക്കുന്ന പുല്ലുകൾ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നത് മഹാനവറുകൾ കേട്ടു. അവങ്ങനെ തസ്ബീഹ് ചെല്ലാണ്. ഈ കാണുന്ന പുല്ലുകളും മരങ്ങളും കല്ലുകളും ഒക്കെ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. നമുക്കറിയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എല്ലാ വസ്തുക്കളും അല്ലാഹുവിന് ഹംദും തസ്ബീഹും ചൊല്ലുന്നുണ്ട്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. പക്ഷേ അവ തസ്ബീഹ് ചൊല്ലുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അവയുടെ തസ്ബീഹിന്റെ ഭാഷ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. അവയുടെ ഭാഷ അറിയാത്തത് കൊണ്ടാണ്. അതാണ് ഒരു കുളത്തിന്റെ ചാരത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ഒരിക്കൽ പറഞ്ഞു, ആ കുളത്തിലെ തവള, നമുക്കത് പോക്രോം പോക്രോം എന്നിങ്ങനെ ശബ്ദം ഇടുന്നതായിട്ടാ തോന്നുക. ബഹുമാനപ്പെട്ടവർ അതിന്റെ ശബ്ദം കേട്ടപ്പോൾ പറഞ്ഞു, ജന്തുക്കളുടെ ഭാഷ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനും വാപ്പ ദാവൂദ് നബി അലൈഹിസ്സലാമിനും അള്ളാഹു വശപ്പെടുത്തി കൊടുത്തിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ കുളത്തിൽ നിന്ന് ആ തവള ചൊല്ലുന്ന തസ്ബീഹ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഇന്നുവരെ ചൊല്ലിയിട്ടില്ലാത്ത പദങ്ങളാണ് അതിന്റെ തസ്ബീഹിൽ അള്ളാഹുവിന്റെ മഹത്വം വിളിച്ചു പറയുന്ന വാചകങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റിയത് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, ജന്തുക്കളുടെ ഭാഷ അറിയാത്തത് കൊണ്ടാണ് അചേതന സചേതന വസ്തുക്കളൊക്കെ തസ്ബീഹ് ചെല്ലുന്നുണ്ട്, എല്ലാം ചൊല്ലുന്നുണ്ട്. അവ പുല്ല് തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടു. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവെള്ളയിൽ നിന്ന് കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയത് അല്ലേ? ഇന്നലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഉസ്താദിന്റെ ഖുതുബയിൽ, ഖതീബും തഖാഫിസ്ഥാനല്ലേ, ഇന്നലെ കേട്ടിട്ടുണ്ടാവും. സബ്ബഹ ഫീ യദിഹിൽ ഹസാ, മുത്തുനബിയുടെ തിരുകൈവെള്ളയിൽ ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലി. എന്താണ് അതിലുള്ള അത്ഭുതം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവെള്ളയിലിരിക്കുന്ന കല്ലുകൾ മാത്രമാണോ തസ്ബീഹ് ചെല്ലുന്നത്? നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ കാണുന്ന കല്ലുകളൊക്കെ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. പിന്നെന്താ മുത്തുനബിയുടെ കൈവെള്ളയിലുള്ള കല്ല് മാത്രം തസ്ബീഹ് ചെല്ലി എന്ന് പറയുന്നത്? തസ്ബീഹ് ചെല്ലിയതിലല്ല അത്ഭുതം,
ആ തസ്ബീഹ് മുത്തുനബിക്ക് മനസ്സിലായി. മുത്തുനബിയുടെ കൂടെയുള്ളവർക്കും അവർക്കും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലി. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, ഇങ്ങനെ അടുത്തുള്ളവർക്കും കൂടെ തസ്ബീഹ് ബോധ്യപ്പെടുത്തി തരും വിധം തസ്ബീഹ് ചൊല്ലുന്ന കല്ലുകൾ നിങ്ങൾ ഒരു അത്ഭുതമായി കാണരുത്. ആ തസ്ബീഹുകൾ ഇരിക്കുന്ന ഇടം അത് പരിശുദ്ധമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവെള്ളകൾ പരിശുദ്ധമാണ്. ആ കൈവെള്ളയിൽ നിന്നുകൊണ്ടാണ് ഈ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങു വാ, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. സിദ്ദീഖ് തങ്ങൾ ഇങ്ങു വാ. മുത്തുനബി വിളിച്ചു. ആ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തപ്പോ ആ കൈവെള്ളയിൽ നിന്നും തസ്ബീഹ് ചൊല്ലി. ഒരു സംഭവത്തിൽ നമുക്ക് അങ്ങനെ കാണാം. സയ്യിദുനാ ഫാറൂഖ് തങ്ങളുടെ കയ്യിൽ നിന്നും തസ്ബീഹ് ചൊല്ലി. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്നും തസ്ബീഹ് ചൊല്ലി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റേതിൽ മാത്രം വെച്ചു കൊടുത്തില്ല, മാറി നിന്നു. ഈ 3 പേരുടേതും വെച്ചു തസ്ബീഹ് ചൊല്ലി എന്നൊരു റിപ്പോർട്ടിൽ കാണാം. എല്ലാം കാണിച്ചു കൊടുത്തു. അപ്പൊ അലിയാർക്ക് ചെറിയൊരു വിഷമം. കാരണം ഇവരെ 4 പേരെയും ഒരുപോലെ പരിഗണിക്കുന്നതാ പലപ്പോഴും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അലിയും മിന്നി, അലി എൻ്റെ സ്വന്തക്കാരനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാ വിഷമവും തീർന്നു. എല്ലാ വിഷമവും തീരുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ തസ്ബീഹ് ചൊല്ലും, കല്ലുകൾ ചൊല്ലും, പുല്ലുകൾ ചൊല്ലും. സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വാഹനത്തിന്, കുതിരക്ക് വേണ്ടി പുല്ല് പറിക്കാൻ പോയ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഒന്നാമൻ അതാ ആ തസ്ബീഹ് കേട്ട് അമ്പരന്നു. പുല്ലൊക്കെ അരിയുന്നത് മാറ്റിവെച്ചു വേഗം ഗുരുസവിധത്തിലേക്ക് വന്നു. സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു. അവിടത്തോട് പറഞ്ഞു, പ്രിയപ്പെട്ട വന്യരായ ഗുരുവിനോട് വന്ന് പറഞ്ഞു, ഗുരു, ശൈഖുനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ശൈഖ് അവറുകളെ, ഇന്ന് വലിയ ഒരു അത്ഭുതം. ഞാൻ പുല്ല് പറിക്കാൻ പോയപ്പം ആ തോട്ടത്തിലുള്ള പുല്ലുകളൊക്കെ തസ്ബീഹ് ചൊല്ലുന്നത് എനിക്ക് കേൾക്കാൻ പറ്റി. ആ പുല്ലുകൾ അരിയാൻ സാധിക്കാത്ത വിധം അവ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? എന്നാലേ ഇതുവരെ നീ എനിക്ക് ഖിദ്മ ചെയ്യുന്ന ഖാദിമായിരുന്നു. ഇതോടുകൂടെ എനിക്ക് പറയാനുള്ളത്, മാ അൻത ബിഖാദിമിൻ ബൽ മഖ്ദൂം. ഇനി മുതൽ നീ എനിക്ക് ഖിദ്മ ചെയ്ത് നടക്കേണ്ട ആളല്ല. നിന്റെ ചുറ്റും ഒരുപാട് ആളുകൾ ഖിദ്മ ചെയ്യാൻ വേണം. ഇന്നു മുതൽ നീ ലീഡറായിരിക്കുന്നു, നീ നേതാവായിരിക്കുന്നു. നിനക്ക് അങ്ങോട്ട് ഖിദ്മ ചെയ്ത് തരാൻ ഒരുപാട് ആളുകൾ ചുറ്റും കൂടേണ്ടിയിരിക്കുന്നു. നീ ഇന്ന് മുതൽ ഖാദിമല്ല, മഖ്ദൂമാണ്. അന്നു മുതലാണ് അവിടത്തെ മക്കളിലൂടെ ആ പാരമ്പര്യം നിലനിർത്തി മഖ്ദൂമി കുടുംബം എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ആ കഥക്ക് വലിയ അർത്ഥം. ആ പേര് ഇങ്ങനെയാണ്, ആ പേരിന്റെ ആധാരം എന്ന് പറയുന്നതിന് കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ മഖ്ദൂമി പാരമ്പര്യം, ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നാ നമ്മൾ പഠിക്കേണ്ടത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഖ്ദൂമി പാരമ്പര്യത്തിന്റെ താഴ്വേരുകള് ചെന്നുമുട്ടുന്നത് യമനിലേക്കാണ്. ഹിജാസ്, യമൻ മേഖലകളിലേക്കാണ് അതിന്റെ താഴ്വേരുകൾ ചെന്നുമുട്ടുന്നത്. കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയത് എങ്ങനെയാണ്? നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയത് രാജാക്കന്മാരുടെ ക്ഷണപ്രകാരം ഇങ്ങോട്ട് ഇസ്ലാം എത്തി. കച്ചവടക്കാരിലൂടെ ഇസ്ലാമിക സന്ദേശങ്ങൾ ഇങ്ങോട്ടെത്തി. സൂഫി ഉലമാക്കളിലൂടെ ഇസ്ലാമിക സന്ദേശങ്ങൾ ഇങ്ങോട്ടെത്തി. ഈ 3 മാർഗങ്ങളും അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും ശക്തമായ സ്വാധീനം ഇസ്ലാമിക പ്രചരണ രംഗത്ത് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കിയത് മഖ്ദൂമി കുടുംബത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളാണ്, ദഅ്വാ പ്രവർത്തനങ്ങളാണ്. പല കാരണങ്ങളുണ്ട്.
അതുമാത്രമല്ല, പക്ഷെ മഖ്ദൂമി കുടുംബത്തെ ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല, കഴിയില്ല. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഒന്നാമൻ അവര് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്നു. ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ യമനിലെ ഹദറമൗത്തിൽ നിന്ന് ഈ ഇസ്ലാമിക പണ്ഡിത കുടുംബം നമ്മുടെ നാട്ടിലേക്കെത്തിയിട്ട് അവര് പല പ്രദേശങ്ങളിലും ജീവിച്ചു. അവിടെയൊക്കെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. പ്രധാനമായി 2 മഖ്ദൂമുമാരെ നമുക്ക് പരിചയപ്പെടുത്താം. എന്നിട്ട് ഞാൻ അവരുടെ പാരമ്പര്യത്തിലേക്ക് വരാട്ടോ. ചരിത്രം പറയുമ്പോൾ അതൊന്ന് ചെറുതായിട്ട് പറയണമല്ലോ. ഒന്ന് മഖ്ദൂം തങ്ങൾ ഒന്നാമൻ, രണ്ടാമത്തേത് മഖ്ദൂം തങ്ങൾ രണ്ടാമൻ. ഈ മഖ്ദൂം തങ്ങൾ ഒന്നാമൻ, സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ, ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ ഏകദേശം 1467 1522 ഈ കാലഘട്ടത്തിൽ, അതായത് 15-ാം നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ടല്ലേ, 15-ാം നൂറ്റാണ്ടിൽ ഒരു 1000-600 കൊല്ലങ്ങളുടെ വ്യത്യാസമാണ് ഇതിലുള്ളത്. ആ കാലഘട്ടത്തിൽ കടൽ വഴി ഹദറമൗത്തിൽ നിന്ന്, യമനിലെ ഹദറമൗത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിലെത്തി ഷെയ്ഖ് സൈനുദ്ദീൻ അബ്ദുൽ അസീസ് അൽ മഅ്ബരി എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ പൂർണ്ണനാമം, ഒന്നാമന്റെ. അതായത് നമ്മുടെ ഫത്ഹുൽ മുഈന്റെ രചയിതാവായ 2-ാം മഖ്ദൂം തങ്ങളുടെ വല്ലിപ്പ ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അബ്ദുൽ അസീസ് അൽ മഅ്ബരി എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ പൂർണ്ണ നാമം. പൊന്നാനിയിലെ മഖ്ദൂം കുടുംബത്തിന്റെ അടിവേരായി കണക്കാക്കപ്പെടുന്നത് ഈ മഹാനെയാണ്. കീളക്കരയിലും മധുരയിലും കായൽപട്ടണം തുടങ്ങിയ തീരദേശ പ്രദേശങ്ങളിൽ, അവിടെയൊക്കെ ആ തീരദേശ പ്രദേശങ്ങളാണെല്ലാം, ആ തീരദേശ പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിക ദഅവത്ത് ശക്തമായി നടത്തി ഇസ്ലാം പ്രചരിപ്പിച്ചു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ടവര് ആ നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ഒന്നും വൃഥാവിലായിട്ടില്ല. എല്ലാം ഫലം കണ്ടു, എല്ലാം നല്ല നേട്ടമുള്ള പ്രവർത്തനങ്ങളായി മാറി. പൊന്നാനി വലിയ ജുമാ മസ്ജിദ് ഇപ്പോഴും അറിയാം, എല്ലാവരും പൊന്നാനി പോകുന്നതാണ്, സിയാറത്തിന് പോകുന്നതാണ്. പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളി സ്ഥാപകനാണ് മഹാനവറുകൾ. 1510 1520 കാലഘട്ടത്തിൽ, ഹിജ്റ 925 അവിടെ പൊന്നാനി വലിയ ജുമാ മസ്ജിദ് നിർമ്മിച്ചു. ഇത് കേരള മുസ്ലിമീങ്ങളുടെ പ്രധാന ആരാധനാലയവും അതുപോലെ തന്നെ ആ ആരാധനാലയമാണ് എന്നതോടൊപ്പം തന്നെ അത് ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാക്കിയും കൂടെ മാറ്റാൻ ശ്രമിച്ചു. അപ്പൊ അന്ന് തന്നെ ബഹുമാനപ്പെട്ട മഖ്ദൂമുകൾ കാണിച്ചു തന്ന മഖ്ദൂമി പാരമ്പര്യം, മഖ്ദൂം തങ്ങൾ ഒന്നാമൻ കാണിച്ചു തന്ന ഒരു പാരമ്പര്യമുണ്ട്. പള്ളി നിസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, പള്ളി ഇൽമ പഠിപ്പിക്കാനുള്ള കേന്ദ്രവും കൂടെ ആയിരിക്കണം. വിദ്യാഭ്യാസ കേന്ദ്രമായി, ആരാധനാലയം എന്നതിനപ്പുറത്ത് വിദ്യാ കേന്ദ്രമാക്കി മാറി. അങ്ങനെ പൊന്നാനി ആസ്ഥാനമാക്കി, താവളമാക്കി പ്രവർത്തിച്ചപ്പോൾ മലബാറിലെ മക്ക എന്ന് പൊന്നാനി അറിയപ്പെട്ടു. മലബാറിലെ മക്ക എന്ന് പൊന്നാനി അറിയപ്പെട്ടു. പൊന്നാനി ദർസ് സ്ഥാപിച്ചു, ഇസ്ലാമിക പഠന കേന്ദ്രമായി വികസിപ്പിച്ചു. ഷാഫിഈ മദ്ഹബിലെ ഫിഖ്, കർമ്മശാസ്ത്ര പഠനത്തിന് അവിടെ അടിത്തറയിട്ടു, പൊന്നാനി പള്ളിയിൽ അടിത്തറയിട്ടു. അന്ന് ബഹുമാനപ്പെട്ടവര് ആ ഇൽമിന് വേണ്ടി സകല സേവനങ്ങളും അർപ്പിച്ചു. മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുത്തു, ദർസുകൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. മുതഅല്ലിമീങ്ങളെ ഉണ്ടാക്കി, ആലിമീങ്ങളെ ഉണ്ടാക്കി. അവിടെ നിന്ന് വലിയ ഗ്രന്ഥരചനകൾ നടത്തി. ആ ഗ്രന്ഥരചനകൾ നടത്തിയപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒന്നാമൻ നടത്തിയ ഗ്രന്ഥരചനയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന
ഒരു ഗ്രന്ഥമാണ് തഹ്രീദു അഹ്ലിൽ ഈമാൻ അലാ ജിഹാദി അബദത്തി സുൽബാൻ എന്ന ഗ്രന്ഥം. അതായത് പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിനെതിരെ, വൈദേശികരുടെ ആക്രമണത്തിനെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്യുന്ന ഒരു കാവ്യ സമാഹാരമായിരുന്നു അത്. അതുപോലെ തന്നെ തസവുഫിന്റെ മേഖലയില്, ആധ്യാത്മിക മേഖലയില് ഹിദായത്തുൽ അദ്കിയ ഇലാ ത്വരീഖത്തിൽ ഔലിയ എന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ടവർ രചിച്ചു. ഇതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഞാൻ വെറുതെ ഒന്ന് പരാമർശിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് നടത്തിയ ഏറ്റവും വലിയ സാമൂഹ്യ സേവനം, നമ്മളിപ്പോൾ ഈ പറഞ്ഞത് തന്നെ പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ മുസ്ലിമീങ്ങളെ ധാർമ്മികമായി ഉണർത്തി, അവരെ തട്ടിയുണർത്തി, കേരളത്തിലെ ഇസ്ലാമിക പഠനത്തിന്റെ അടിസ്ഥാനം രൂപപ്പെടുത്തി വിളക്കത്തിരിക്കൽ അതൊരു സനദാക്കി മാറ്റി. അന്നൊന്നും നമ്മൾ ഈ പറയുന്നത് പോലെ ഫൈളി, ദാരിമി, സഖാഫി, സഅദി ഇങ്ങനെയുള്ള ബിരുദങ്ങളൊന്നുമല്ല. അന്നൊരു ഉസ്താദ് പഠനം പൂർത്തിയാക്കി ഇറക്കുമ്പോൾ അദ്ദേഹത്തിന് സനദ് കൊടുക്കുന്നത്, അദ്ദേഹത്തിന് ബിരുദം നൽകുന്നത് സത്യത്തിൽ പൊന്നാനിയിലെ വിളക്കത്തിരിക്കുമ്പോഴാണ്. ഇന്നും പൊന്നാനി പള്ളിയിൽ പോയാൽ ആ പഴയ വിളക്ക് ഇപ്പോഴും അവിടെ പ്രൗഢിയോടെ നിലനിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളും ഉസ്താദിൻ അവറുകളുടെ ശിഷ്യന്മാര് കോളേജിൽ പോകുമ്പോഴും പഠനം അവസാനിപ്പിക്കാറാകുമ്പോഴും ഒക്കെ ആ വിളക്കത്ത് കൊണ്ടുപോയിരുത്താറുണ്ടാകും. ഞങ്ങളുടെ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിരുത്താറുണ്ട്. അതൊരു തബറുക്കായി ഇന്നും കേരള മുസ്ലിമീങ്ങൾ വിശ്വസിച്ച് വരികയാണ്, മഖ്ദൂം തങ്ങളുടെ ആ പാരമ്പര്യം വെച്ചിട്ട്. അവിടെ അതിന് ചുറ്റും ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ഇൽമ്, ഒരു ബിസ്മിയുടെ അർത്ഥമെങ്കിലും ആ ഒരു തബറുക്കിന് വേണ്ടി അവിടെ പോയി പറഞ്ഞു കൊടുക്കുന്ന ഒരു ശൈലിയുണ്ട്. ഈ പഠന രീതികളൊക്കെ ഇവിടെ ശരിപ്പെടുത്തിയെടുത്തത്, അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളാണ്. ഇതാ ഞാൻ പറഞ്ഞത്, മഖ്ദൂം തങ്ങൾ രണ്ടാമൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സൈനുദ്ദീൻ അബ്ദുൽ അസീസ് തങ്ങൾ ഒന്നാമൻ. അവരുടെ ഒരു മോനുണ്ടായിരുന്നു സൈനുദ്ദീൻ മുഹമ്മദ് മഖ്ദൂമി, അവരുടെ മോനുണ്ട്. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ടവരാണ്. അഹ്മദ് മഖ്ദൂം രണ്ടാമൻ. ബഹുമാനപ്പെട്ടവര് ആണ് കേരളത്തിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത്. വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത് അവിടെ നിന്നാണ്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, ഈ ഒന്നാമന്റെ പേരമകൻ, ഏകദേശം 1531 1583 കാലഘട്ടത്തിലാണ് മഹാനവറുകൾ ജീവിക്കുന്നത്. ബഹുമാനപ്പെട്ടവര്, അവരുടെ പിതാവ് ഞാൻ പറഞ്ഞു മുഹമ്മദ് മഖ്ദൂം അൽ ഗസാലി എന്ന് പറയുന്നയാളാണ്. എന്നിട്ട് ഏകദേശം ബഹുമാനപ്പെട്ടവര് മക്കയിൽ ദീർഘകാലം പഠനം നടത്തി. മക്കയിൽ ദീർഘകാലം പഠനം നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു ഗുരുവായി, അവിടുത്തെ തിൽമീദായി, വിദ്യാർത്ഥിയായി ബഹുമാനപ്പെട്ടവരെ ഗുരുവായി സ്വീകരിച്ച് അവിടെ പോയി പഠനം നടത്തി. പ്രധാന സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരുപാട് എണ്ണാനുണ്ട്. പൊന്നാനിയിലെ ചീഫ് ഖാദിയായി 36 വർഷം സേവനമനുഷ്ഠിച്ചു. ചീഫ് ഖാദിയായി 36 കൊല്ലം ചീഫ് ഖാദിയായി സേവനമനുഷ്ഠിച്ചു. മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങളിൽ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ഫത്വകൾ നൽകി അവർക്കിടയിൽ നീതി നടപ്പിലാക്കിയ ഖാദി. പിന്നെ വിദ്യാഭ്യാസപരമായി അവിടുന്ന് നൽകിയ നേതൃത്വം, പൊന്നാനി ദർസിലെ ചീഫ് മുദരിസായിരുന്നു മഖ്ദൂം തങ്ങൾ രണ്ടാമൻ. മഖ്ദൂം തങ്ങൾ രണ്ടാമൻ പൊന്നാനി പള്ളിയിലെ ചീഫ് മുദരിസായിരുന്നു. ലോകത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ ഇസ്ലാമിക വിദ്യാഭ്യാസം നേടാൻ അവിടെ വന്നു. മഖ്ദൂം തങ്ങൾ രണ്ടാമന്റെ അടുത്ത്, അവിടുത്തെ ചരിത്രം പറയുന്നിടത്ത് കാണാം, കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന് വേണ്ടി നേതൃത്വം വഹിച്ചു. അവിടുന്ന് തീർത്ത കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അവിടുന്ന് രചിച്ച കൃതികളില് ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഏതാണെന്ന് ചോദിച്ചാൽ, ഒരു ദർസ് വാർഷിക പരിപാടിയില് ഒരു ദർസിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൽ പ്രസംഗിക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ രണ്ടാമന്റെ ഏറ്റവും വലിയ രചന ഫത്ഹുൽ മുഈൻ കിതാബ്
കിതാബുൻ ശഅ്നുഹു അജബു ഹഅവാ മിനൽ ഫിഖ്ഹി മാ ലം തഹ്വിഹി കുതുബു എന്ന് പറഞ്ഞ ആ അത്ഭുതകരമായ പുസ്തകമാണ്. അതിലേറെ വലിയ ഒരു കിതാബ് ബഹുമാനപ്പെട്ട ചെറുശോല ഉസ്താദ് ഹയാത്തിലുള്ള കാലത്ത് വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു കിതാബായിരുന്നു ഫത്ഹുൽ മുഈൻ. ബഹുമാനപ്പെട്ടവർക്ക് ഫത്ഹുൽ മുഈനോട് വല്ലാത്ത ആദരവാണ്. ബഹുമാനപ്പെട്ടവർ തുഹ്ഫ ഓതി തരുമ്പം വരെ പലപ്പോഴും പറയും ഫത്ഹുൽ മുഈനിലെ കാഴ്ചപ്പാടുകളെ കുറിച്ച്. ഇബ്നു ഹജറിനിൽ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഓതിപ്പടിച്ച ആളാട്ടോ എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പറയും. അത് പറയുന്നതിന് പ്രത്യേക താല്പര്യമുണ്ട്. ഞാനിവിടെ പൊതു സദസ്സിൽ അത് പറയുന്നില്ല. ബഹുമാനപ്പെട്ട സുബൈർ സഖാഫി ഉസ്താദിനും ഒരു പക്ഷേ ഉസ്താദിനെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ചെറുശോല ഉസ്താദ്, അതായത് ഇപ്പം നിങ്ങൾ മുത്തഅല്ലിമീങ്ങളും ഇപ്പത്തെ സമകാലികരും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുശോല അബ്ദുൽ ജലീൽ സഖാഫി ഉസ്താദിന്റെ ഉപ്പ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ എന്തായിരുന്നു ഫത്ഹുൽ മുഈന് നൽകിയ നിലയും വിലയും എന്നറിയോ നിങ്ങൾ? വല്ലാതെ ബഹുമാനിച്ചിരുന്നു. ഉസ്താദ് പറയും, ഫത്ഹുൽ മുഈന്റെ ഒരു വാവിലുണ്ടടാ, ഒരു വാവിന്റെ അകത്തുണ്ട് ഒരുപാട് മസാലകള്. ഫത്ഹുൽ മുഈന്റെ ഒരു ഫായിനകത്തുണ്ട് ഒരുപാട് മസാലകള്. ഫത്ഹുൽ മുഈന്റെ ലാമിലുണ്ടടാ ഒരുപാട് മസാലകള്. അങ്ങനെ പറയും ഉസ്താദ്. അത് കാണാൻ പറ്റാത്തവർക്ക് അത് കാണാൻ കഴിയില്ല, അത് വായിക്കാൻ കഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫത്ഹുൽ മുഈൻ എന്ന കിതാബാണ് ശാഫിഈ ഫിഖ്ഹിലെ പ്രധാന പാഠപുസ്തകം. ഖുറത്തുൽ ഐനിന്റെ വ്യാഖ്യാനം, ഖുറത്തുൽ ഐനിന്റെ വ്യാഖ്യാനം എൻ്റെ നാട്ടിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മർഹൂം ഇബ്രാഹിം മുസ്ലിയാർ മുണ്ടമ്പ്ര. ഞാൻ പല വേദികളിലും ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഞാനത് ആവർത്തിക്കുകയാണ്. ഒരു പക്ഷേ സുബൈർ ഉസ്താദ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. കാരണം ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നല്ല ഇരുത്തം ചെന്ന ഒരു മുദരിസാണ് സുബൈർ സഖാഫി ഉസ്താദ്. അള്ളാഹു കൂടുതൽ തഹ്ഖീഖും അന്വേഷണ തൃഷ്ണയും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പഠിച്ചത് മറക്കാതെ ഓർക്കാനുള്ള ശേഷി അള്ളാഹു നൽകട്ടെ. ഫഹ്മും തഫ്ഹീമും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട മുണ്ടമ്പ്ര ഉസ്താദുമായിട്ട് ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, ഈ മാത്തിനും ഷാരിഹും ഒരാളാവുക എന്നുള്ളത് പലപ്പോഴും ഇല്ലാത്തൊരു സംഭവമാണല്ലോ. എല്ലാ കിതാബുകളിലും വലിയ എഴുത്ത് സാധാരണക്കാർക്ക് തിരിയാൻ വേണ്ടി ഞാൻ പറയണത്, അത് എഴുതിയത് ഒരാളും ചെറിയ എഴുത്ത് അതിന് വ്യാഖ്യാനം എഴുതിയത് വേറൊരാളും ആയിരിക്കും. അപ്പോൾ ഖുറത്തുൽ ഐന് മാത്രമാണ് ആദ്യം രചിച്ചത്. ഖുറത്തുൽ ഐന് മാത്രമാണ് ആദ്യം രചിച്ചത് മത്തിന്. ആ മത്തിന് തൻ്റെ പ്രിയപ്പെട്ട ഗുരു ഇബ്നു ഹജറിനിൽ ഹൈത്തമി അൽ മക്കി മഹാനവറുകൾക്ക് കൊണ്ടുപോയി സമർപ്പിച്ചു എന്ന്. അങ്ങനെ കൊണ്ടുപോയി സമർപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് ശിഷ്യൻ മഖ്ദൂം തങ്ങളോട് പറഞ്ഞത്രേ, ഔ ഇത് വല്ലാത്തൊരു കിതാബാണ്. നേരത്തെ ചെറുശോല ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു വാവിൻ്റെ ഉള്ളിൽ എത്ര വിഷയമാണ് നിങ്ങൾ ഒതുക്കി വെച്ചത്, ഒരു ഫാഇന്റെ ഉള്ളിൽ നിങ്ങൾ എത്ര മസലകളാണ് ഇതിൽ ഒതുക്കി ഒളിപ്പിച്ചു വെച്ചത്. ഇതിന് ശർഹ് എഴുതാൻ പിൽക്കാലക്കാരെ ഏൽപ്പിച്ചു പോയാൽ അത് വേണ്ട വിധത്തിൽ അതിന് സാധിക്കണം എന്നില്ല. അതുകൊണ്ട് ഇതിന്റെ ശർഹും നിങ്ങൾ തന്നെ എഴുതണം. ഈ കുളത്തിലെ മീൻ പിടിക്കാൻ നിങ്ങൾക്ക് തന്നെ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷർഹും കൂടെ എഴുതിയത് എന്ന് പറഞ്ഞു. ഞാനതിന് നഖലൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഹീസുന്ന ഉസ്താദ് അവറുകളോട് പൊന്മുള ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു അതൊക്കെ അഫ്വാഹുൽ മശായിഖിൽ നിന്ന് പഴയ കാലത്ത് അവരുടെ ഉസ്താദുമാരുടെ വായിൽ നിന്ന് ഇങ്ങനെ കേട്ടുവന്നതായിരിക്കും. ഉസ്താദ് പറഞ്ഞു, ഈ ഫത്ഹുൽ മുഈന്റെ രചന അതിനുശേഷം മഖ്ദൂം തങ്ങൾ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യവും കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഗതിയൊക്കെ നമുക്ക് എവിടെയെങ്കിലും കണ്ടു കിട്ടുകയാണെങ്കിൽ ഇത് സത്യമായിരിക്കും. അത് സത്യമാണെന്ന് പുലർന്നാൽ, പറഞ്ഞത് ശരിയാണെന്ന് പുലർന്നാൽ ഖുറത്തുൽ ഐനിന് ഇനി ഇതിലപ്പുറം ഒരു മദ്ഹ് വേറെ പറയാനില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആ മത്തിനിന് ഇനി ഇതിലും വലിയൊരു മദ്ഹ് പറയാനില്ല. കാരണം ആരാത് പറയുന്നത്? ഇബ്നു ഹജറിനിൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു.
ഉണ്ട് അല്ലേ? ആ, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയാൽ തന്നെ മറ്റേതിന് സാധ്യത ഉണ്ട്, പിന്നെ അവിടെ ഇംകാനുണ്ട്. അപ്പോൾ ഉസ്താദുമാരുടെ വായിലൂടെ കേട്ടു വന്നതായിരിക്കാം. ബഹുമാനപ്പെട്ട മുണ്ടമ്പ്ര ഉസ്താദ് അറിയാം, മുഷാവറ മെമ്പറായിരുന്നു, നമ്മുടെ പഴയകാല ഒരു മുദരിസായിരുന്നു. ഞങ്ങളുടെ നാട് അറിയപ്പെട്ടത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കൊണ്ടാണ്. ബഹുമാനപ്പെട്ട മുണ്ടമ്പ്ര ഇബ്രാഹിം മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സത്യാണ്. കാരണം അതിന്റെ ഇടയിൽ ഒരു വാവിന്റെയും അത്തുഫിന്റെയും ആത്തിഫിന്റെയും അത്തൂഫിന്റെയും ഒക്കെ ഇടയിൽ എഴുതിയത് അരപ്പേജ. ഇതാർക്കാ ചെയ്യാൻ പറ്റുക? ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ രണ്ടാമന്റെ ഏറ്റവും വലിയ സേവനം ഫത്ഹുൽ മുഈനാണ്. ബഹുമാനപ്പെട്ട അബൂ സഊദ് റളിയല്ലാഹു അൻഹു തഫ്സീർ അബൂ സഊദിൽ പറഞ്ഞ ഒരു വിഷയം കാണാം. എന്താണത്? നാളെ പരലോകത്ത് നമ്മളെ പുനരെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. മരിച്ചുപോയ മുഴുവൻ മനുഷ്യരെയും രണ്ടാമത് നമ്മൾ എഴുന്നേൽപ്പിക്കും, നാം ജീവിപ്പിക്കും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ. അവർ നേരത്തെ ചെയ്തത് മുഴുവനും അവരുടെ കർമ്മ പുസ്തകത്തിൽ നാം രേഖപ്പെടുത്തി വെക്കും. മാ ഖദ്ദമൂ, അവർ നേരത്തെ ചെയ്തു വെച്ചത് മുഴുവനും അവരുടെ കർമ്മ പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തി വെക്കും. വആസാറഹും, അവരായിട്ട് ചെയ്തതല്ല, മറിച്ച് അവരുടെ കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങളും അവരുടെ കർമ്മ പുസ്തകത്തിൽ നമ്മൾ രേഖപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞെടുത്ത് എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? എൻ്റെ ജീവിതകാലം ഒരു 60-70 കൊല്ലാണെങ്കിൽ, ഇപ്പൊ എനിക്ക് 49-50 വയസ്സായി, 49 വയസ്സായി, ഇനി എത്ര കാലം നമ്മൾ ജീവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആ ജീവിതകാലത്ത് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നമ്മുടെ കർമ്മ പുസ്തകത്തിലുണ്ട്, എഴുതുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാനിവിടെ ബാക്കി വെച്ചു പോയ പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തികള്, അതുപോലെ തന്നെ ദുഷ്പ്രവർത്തികള്, അത് മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ കർമ്മ പുസ്തകത്തിൽ ചേർത്തെഴുതുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ എൻ്റെ ജഡ്ജ്മെന്റ് നാൾ വരാൻ പോകുന്നത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, അവരായിട്ട് ചെയ്തതും അവരുടെ കർമ്മങ്ങളുടെ അനന്തര കർമ്മങ്ങളും അവരുടെ ലിസ്റ്റിലേക്ക് എഴുതുന്നു പറഞ്ഞെടുത്ത് അബൂ സഊദ് റളിയല്ലാഹു അൻഹു അതിന് ഉദാഹരണം പറഞ്ഞത് ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട് അവിടെ തഫ്സീർ അബൂ സഊദിൽ. അതിലാദ്യം പറഞ്ഞത് കിതാബിൻ അല്ലഫുഹു വഇൽമിൻ അല്ലമുഹു വരിബാത്തിൻ റബതുഹു, ഇങ്ങനെ തുടങ്ങിയിട്ട് വബിനാഇൻ ബനൗഹു കുറേ പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ ബാക്കി വെച്ച് പോകുന്ന ഒരുപാട് നന്മകളുണ്ടല്ലോ, ആ നന്മകളൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടെ പരാമർശിക്കുന്നു. അതിന്റെ അനന്തര ഫലങ്ങള്, അതുപോലെ തന്നെ അതിന്റെ പരിണിത ഫലങ്ങള്, തിന്മകളും എല്ലാം ഇങ്ങനെ വരും. നാം അറിയാതെ നമ്മുടെ നിക്ഷേപം വർദ്ധിക്കും.